പുത്രൻ്റെ പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യത്തിലെത്തുന്നേക്ക് തന്നെ ആമേൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലിക്കൽ കോറെപ്പിസ്കോപ്പ്. ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് AV തോമസ് എന്ന ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ യേശു തമ്പുരാൻ അറിഞ്ഞിട്ട് ഇവിടെ ഒരു കൂദാശ സ്ഥാപിച്ചിട്ടില്ല. കൂദാശ എന്ന വാക്ക് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാണുള്ളത്. വേർതിരിച്ച് വിശുദ്ധീകരിച്ചത് എന്നേ അതിന് അർത്ഥമുള്ളൂ. വിദേശ ഭാഷ ഇവിടെ കൊണ്ടുവരേണ്ടതിനാ. അപ്പം അങ്ങനെ വിദേശ ഭാഷയിലൊന്നും സംസാരിക്കണില്ല. ഇവിടെ ഇംഗ്ലീഷിലൊന്നും പറയില്ല, ഒരക്ഷരം പറയണില്ല. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് എടുത്തു കേട്ടോ. വേറെ ഒരു ഭാഷയും അങ്ങ് ഉപയോഗിക്കണില്ലെങ്കിൽ അങ്ങയുടെ മാതൃഭാഷയെ ഞാൻ അത്യന്തം ശ്ലാഘിക്കുന്നു. മാതൃഭാഷയെ നമ്മൾ ബഹുമാനിക്കണം, വേറെ ഭാഷകൾ ഉപയോഗിക്കേണ്ടതെന്ന് ഭരണഘടനയിലോ ഒരു ഭരണാധിപനോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊട്ടെ അദ്ദേഹം പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന്, വെള്ളത്താലും ആത്മാവാലും സ്നാനം ലഭിക്കണം, സ്നാനം ഏൽക്കണം. രണ്ട്, വീഞ്ഞും വെള്ളവും എടുത്തിട്ട് പറഞ്ഞു, വീഞ്ഞ് ഇതെൻ്റെ രക്തം, വീഞ്ഞു വെള്ളം ചേർത്ത് അല്ലെങ്കിൽ ഇത് അപ്പവും വീഞ്ഞും എടുത്തിട്ട് അങ്ങനെ പറയാം. വീഞ്ഞും വെള്ളവും ചേർത്തൊന്നൊക്കെ അവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. അപ്പം എടുത്തിട്ട് പറയും ഇതെൻ്റെ ശരീരം, വീഞ്ഞെടുത്തിട്ട് പറയുന്നു ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾ ഭക്ഷിക്കണം, എന്നാലേ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുകയുള്ളൂ. ഇത് രണ്ടെണ്ണം അദ്ദേഹം അംഗീകരിക്കണം. അതിനെപ്പറ്റി ആദ്യം പറയാം. വെള്ളത്താലും ആത്മാവാലും, ആടെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ സ്ഥാനം ഏൽക്കണം. കർത്താവ് സ്ഥാനമേറ്റ് യോഹന്നാൻ്റെ ആണെങ്കിലും അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാവിന്ത് പോലെ ഇറങ്ങി വന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ അങ്ങേറ്റ സ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അത് ഞങ്ങളുടെ ശരിയായ മാമോദീസ കുടിയിലേ അത് കിട്ടുള്ളൂ. അത് നിങ്ങൾ മോറോൻ മോശിട്ടു. മോറോനൊക്കെ എന്താ കാര്യമുള്ളത്? പ്രാവെന്ന പോലെ ആ പ്രാവ് അവിടെ ഒരു പ്രതീകമാണ്. ആ പ്രതീകമാണ് ഞങ്ങളുടെ മോറോൻ. സഹ്യോന്മാളിൽ അഗ്നിനാവുകളായി പരിശുദ്ധ റൂഹ ഇറങ്ങി വന്നു. ആ അഗ്നിനാവ് പ്രതീകമാണ്. അതാണ് ഞങ്ങളുടെ മോറോൻ. അങ്ങനെയാണ് മനസ്സിലാക്കുക. പിന്നെ പ്രത്യേക പ്രാർത്ഥനകൾ, വചനം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനകളുള്ളൂ, അല്ലാണ്ട് സ്വയം പ്രാർത്ഥന ഒന്നും അവിടെ ഇല്ല. കർത്താവ് പറഞ്ഞ വചനം ഉപയോഗിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ വചനം പട്ടക്കാരനിൽ കൂടി ഉച്ചരിക്കപ്പെടുമ്പോൾ ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ വസ്തുവിനെ വിശുദ്ധീകരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് കൂദാശകൾ. അദൃശ്യമായ ദൈവകൃപ, അദൃശ്യമായി തന്നെ ദൃശ്യമായ പ്രവർത്തനങ്ങളിൽ കൂടി ഇറങ്ങി വരുന്നു എന്നാണ് ഞങ്ങളുടെ സഭയുടെ വിശ്വാസം. അങ്ങ് വിശ്വസിക്കാൻ പറ്റി വിശ്വസിച്ചാൽ മതി. ഇപ്പം പരിശുദ്ധാത്മാവിനെ അങ്ങേക്ക് ഒരു ദിവസം കിട്ടി എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയണം. അത് പലരും പറയണ്ട. അന്ന് മാത്രമല്ല, പലരും പറയും. ഇന്നലെ എനിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ എനിക്ക് പരിശുദ്ധാത്മാവ് തോന്നിച്ചു, എന്നോട് വർത്താനം പറഞ്ഞു. അപ്പോൾ നീ ഇങ്ങനെ വേണം, പരിശുദ്ധാത്മ നിനക്ക് അറിയണമെങ്കിൽ അത് നീ വേദവസ്തു നോക്കുക, അവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് അന്ന് മാത്രമല്ല, എല്ലാവരും മിക്ക പ്രാവശ്യന്മാരും ഇതാണ് പറയുന്നത്. ഇന്നലെ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, അവിടെ വന്നു ഇവിടെ വന്നു നോക്കുക. പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? കർത്താവ് പറഞ്ഞതല്ലാതെ ഒരു 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 പദം പോലും പരിശുദ്ധാത്മാവ് പുതിയതായിട്ട് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് വേദോസത്തിൽ നോക്കിയാൽ അല്ല കർത്താവ് പറഞ്ഞാൽ കിട്ടുമെന്ന്. പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവിനെ അന്വേഷിച്ചു പൊക്കോട്ടെ, കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകും. പുതിയ കാര്യം പഠിപ്പിക്കുന്നല്ല, കർത്താവ് പഠിപ്പിച്ചത് നിങ്ങളെ ഓർപ്പിക്കും, അതിനെ വ്യാഖ്യാനിച്ചു തരും.
ആ വ്യാഖ്യാനിക്കുന്നതിൽ അങ്ങേക്ക് തെറ്റുപറ്റി. പരിശുദ്ധാത്മാവിൽ മാമോദിസ മുങ്ങാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഈ അറിവ് ശരിക്കും കിട്ടാത്തത്. ഞാൻ ആദ്യം ഇങ്ങനെ സഭയിലായിരുന്നു, ഇതൊക്കെ വിശ്വസിച്ചാണ്. പിന്നെ എനിക്ക് ഒരു ബോധോദയം ഉണ്ടായി. വല്ല ഭാഷമാരുടെ പ്രസംഗം കേട്ട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ ഇറങ്ങി പിടിയെന്ന് വന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് വിട്ടു. ഒരു പരിശുദ്ധാത്മാവിനെയും താങ്കൾക്ക് കിട്ടിയിട്ടില്ല. അതിപ്പോൾ താങ്കൾക്ക് മനസ്സിലാവില്ല, അവിടെ ചെല്ലുമ്പോഴും മനസ്സിലാവും. ഈ ദുരുപദേശം പഠിപ്പിച്ചിട്ട് എൻ്റെ അടുക്കൽ വന്നേക്കാണെന്ന് കർത്താവ് ചോദിക്കും. ഒരു സംശയമൊന്നുമില്ല. ഇതെൻ്റെ ശരീരത്തിൻ്റെ രക്തമെന്ന് നിങ്ങളുടെ ഭാഷമാർ ആരെങ്കിലും പറയുന്നുണ്ടോ? അത് ഈ 12 പേർക്ക് മാത്രമേ അധികാരം കൊടുത്തിട്ടുള്ളൂ. ആ 12 പേര് കൈവയ്ക്കുന്നവർക്ക് മാത്രമേ അത് രക്തവും ശരീരമാക്കാനുള്ള അധികാരമുള്ളൂ. യോഹന്നാൻ 20:18, 19, 21 അങ്ങനെ വായിക്കുമ്പോൾ അവൻ അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം നിർത്തുന്നുവോ അവ നിർത്തപ്പെട്ടിരിക്കും. അതിനു മുമ്പ് അങ്ങനെ ഒരു കൽപ്പന ഇടുന്നുണ്ട്. മത്തായി 18:18 എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കണില്ല. അവിടെ കൊടുത്തത് ഭരിക്കാനുള്ള അധികാരമാണ്. ഇവിടെ കൊടുത്തത് പട്ടത്വത്തിൻ്റെ അധികാരമാണ്. വേദസ്ഥയിലുള്ളതല്ലേ? അങ്ങനെ വായിച്ചിട്ടുണ്ടോ? സമ്മതിക്കണ്ടോ? ഒരു പട്ടക്കാരന് മാത്രമേ ശരീരവും രക്താക്കാൻ പറ്റുള്ളൂ. നിങ്ങളവിടെ മൂടി വെച്ചിട്ട് അപ്പം നാരങ്ങാനീര് കൊണ്ട് മൂടി വെച്ചിട്ട് പ്രസംഗമൊക്കെ നടത്തിയിട്ട് അതെടുത്ത് കൊടുത്താലൊന്നും അത് ശരീരം രക്തമാവില്ല. അത് എന്നെ ഓർമ്മയ്ക്കും ആവില്ല. കർത്താവിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്, കർത്താവ് ഇപ്പോഴും പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് ഈ ആണിപ്പാടുകളെ കാണിച്ചുകൊണ്ട് മധ്യസ്ഥത യാചിക്കുകയാണ്. ഓർക്കണം, ഞാൻ ജനത്തിന് വേണ്ടി ബലിയായി തീർന്നത് നീ ഓർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിന് ഓർമ്മയില്ലാന്നല്ല എൻ്റെ അർത്ഥം. ആ ബലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൂശിലെ ബലി കണ്ടിന്യൂ ചെയ്യുന്നു. അതിനോട് ഞങ്ങളും ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിതാവിന് സമർപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയിൽ മാത്രമേ വീഞ്ഞ് രക്തമായിട്ടും അപ്പം ശരീരമായിട്ടും മാറുകയുള്ളൂ. പക്ഷേ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വിവാഹം എന്ന ഉദാശ ആര് സ്ഥാപിച്ചതാണ്? ഇവിടെ ഏദന്റെ പർദീസായിൽ ആദാം ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ട അവൻ്റെ തക്കതായ തുട അവൻ്റെ ഭാര്യയിൽ നിന്നും സൃഷ്ടിച്ചവന് കൊടുത്തു. ആദാം എനിക്കൊരു ഭാര്യ വേണമെന്നോ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞോ? ആദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദാമിനെ ദൈവമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ദൈവം സ്ഥാപിച്ചു എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഉദാശകളിലൊക്കെ ഈ വിവാഹ ഉദാശയിൽ അച്ഛൻ തന്നെയാണ് മാലയിടിക്കുന്നത്, അച്ഛൻ തന്നെയാണ് മുതലടിക്കുന്നത്, അച്ഛൻ തന്നെയാണ് കൈപിടിപ്പിക്കുന്നത്. കാരണം അച്ഛൻ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി നിന്നത് ചെയ്യുകയാണ്. അങ്ങേക്ക് അതൊന്നും മനസ്സിലാവില്ല. മനസ്സിലായാലും അങ്ങനെ മനസ്സിലായാലും തടിക്കുകയുള്ളൂ. അപ്പോൾ പട്ടത്തുന്ന ഉദാശ കർത്താവ് സ്ഥാപിച്ച. അപ്പോൾ വിവാഹം അതുപോലെ തന്നെ. മത്തായി 19 അധ്യായത്തിൽ വായിച്ചത് കിട്ടും. ഇരുവരും ഒരു ശരീരമായി തീരും. അതിന് വലിയൊരു ബന്ധമില്ലെന്ന ഈ ഭൂമിയിലെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മണവാളനും സഭ മണവാട്ടിയാണെന്ന് പറയുന്നത്. കർത്താവ് മണവാളനും സഭ മണവാട്ടിയുമായ ഗീതങ്ങളാണ് വിവാഹ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആ കൂദാശയിൽ ഞങ്ങൾ ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ സഭ സ്ഥാപിച്ചതല്ലായിരുന്നു ഈ കൂദാശ തോന്നുന്നു. മർക്കോസ് 6:13 പറയുന്നുണ്ട്, ശിഷ്യന്മാർ എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. 6:13 വായിക്കും. വേറെ ഉണ്ട്, യാക്കോബിൻ്റെ ലേഖനത്തിലൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ചെയ്തു, എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്തു. ഞങ്ങൾ രോഗികളുടെ തൈലാഭിഷേകമാണ് അത് കൊടുക്കുമ്പോൾ രോഗം മരിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മരിക്കുമെന്ന് ഓർത്തിട്ടല്ല. ഇവന് രോഗശാന്തി കൊടുത്തത്. ഇവൻ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുവാനൊക്കെ കൊണ്ട് അവനെ യോഗ്യനാക്കി തീർക്കണം എന്ന് പറഞ്ഞാണ് ഈ തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നു, എണ്ണ തേച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കുമ്പസാരം
നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടാൻ. കർത്താവ് യോഹന്നാൻ സ്നാപകനോട് പാപം ഏറ്റുപറഞ്ഞു. എന്തിനാ? കർത്താവിന് പാപം ചെയ്തിട്ടുണ്ടോ? ജനത്തിൻ്റെ പാപമാണ് അവിടെ പറഞ്ഞത്. ഈ ജനം എന്നെ വിശ്വസിക്കുന്നില്ല. ആ പാപമാണ് യോഹന്നാനോട് ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ചു. ഒരാളോട് തെറ്റ് ചെയ്താൽ ആളോട് എന്ന് പറയണം, ചെയ്ത് തെറ്റാക്കാൻ ക്ഷമിക്കണമെന്ന്. അതുപോരാ, നീ ദൈവത്തിൻ്റെ മുമ്പായി തെറ്റ് ചെയ്തു. യോശുവ 7:9 വായിക്കുമ്പോൾ അറിയാം. മേലങ്കിയും വെള്ളിയും വസ്ത്രവും മേലങ്കിയും വെള്ളിയും ഒക്കെ മോഷ്ടിച്ച കള്ളനോടെ യോശുവ പറഞ്ഞു, നീ ചെയ്ത് തെറ്റണം. നീ നിൻ്റെ തെറ്റ് എന്നോടും പറയണം, ദൈവത്തോടും പറയണം. എന്നോടും പറയണം, ദൈവത്തോടും പറയണം. പട്ടക്കാരൻ്റെ അടുക്കൽ ചെന്ന്, പട്ടക്കാരൻ സഭയുടെ പ്രതിനിധിയാണ്, സമൂഹത്തിൻ്റെ പ്രതിയാണ്. അവൻ്റെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ പ്രതിനിധിയായ പട്ടക്കാരൻ്റെ അടുത്ത് പറയുമ്പോൾ ദൈവത്തോടും സമൂഹത്തോടും ആ തെറ്റ് ഏറ്റുപറയുന്ന ഒരു രീതിയല്ലേ അവിടെ. പരസ്പരം തെറ്റേറ്റ് പറഞ്ഞാൽ മതിയോ? ദൈവത്തോടും പറയണ്ടേ? എന്നോടും പറയണം. യോശുവ പുരോഹിതനായിരുന്നു, ആ പുരോഹിതൻ്റെ അടുക്കൽ പറയണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് കുമ്പസാരം കുദാശയും ദൈവം സ്ഥാപിച്ചതാണ്, കർത്താവ് സ്ഥാപിച്ചതാണ്. കർത്താവ് പുതിയ ദൈവത്തിൽ മാത്രമല്ല പഴയ ദൈവത്തിലോട്ടോ. അതിപ്പോൾ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇപ്പം പഴയ ദൈവം ആർക്കും വേണ്ട, പുതിയ ദൈവം മതി, ആ രീതിയിലായി പോകും. ഇതൊക്കെ അങ്ങ് മനസ്സിലാക്കണ്ടേ? ഇപ്പം മാമോദീസ, പട്ടത്വം, കുമ്പസാരം, കുർബാന, രോഗികളുടെ തൈലാഭിഷേകം, വിവാഹം തുടങ്ങിയ കൂദാശകളെ പറ്റി പറഞ്ഞു. ഏതെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ അതും കർത്താവ് സ്ഥാപിക്കാതെ ഞങ്ങൾ സ്വയമായിട്ട് കൂദാശ സഭ സ്ഥാപിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞ ഭവന കൂദാശ നടത്തുന്നു. ഒരു ശുദ്ധീകരണ പ്രാർത്ഥന നടത്താം. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിലാണ് ഇതിൻ്റെ ഓർമ്മ. ശലോമോൻ ദേവാലയം പണിതപ്പോൾ കർത്താവ് അതിലിറങ്ങി, ഇന്ന് ഞാൻ ഇതിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവന് അതിൻ്റെ ഫലം കിട്ടും. കർത്താവിനെ വിശുദ്ധീകരിക്കാമെങ്കിൽ കർത്താവിൻ്റെ സ്ഥാനാപതിക്കും പ്രതിനിധിയായ പട്ടക്കാരനും ഒരു ഭവനമോ ഒരു ദേവാലയമോ വിശുദ്ധീകരിക്കുവാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അങ്ങനെ വേദോത്സവം അവരോടൊക്കെ വായിച്ചിട്ടുണ്ട്, കാര്യമില്ല. ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങൾ വായിക്കണം. അപ്പോൾ ഞാൻ ഈ ദീർഘമായിട്ട് പറഞ്ഞു പോണില്ല. കൂദാശകൾ ഞങ്ങൾ യേശുവന്മാരായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ആളുകളെ കുറേ പറഞ്ഞുണ്ടാക്കണതാണ്. എനിക്കതിൽ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് മാമോദീസയും കുർബാനയെ പറ്റി മാത്രം പറഞ്ഞു. കുർബാന എന്ന് പറഞ്ഞില്ല, മാമോദീസ എന്ന് പറഞ്ഞില്ല. പോട്ടെ, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നില്ല. നിങ്ങളുടെ ഒരു മാമോദീസയിലൊന്നും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നില്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരണമെന്ന് പറഞ്ഞാൽ ഈ ശരിയായ മാമോദീസ മുങ്ങിയവർ ആയിരിക്കണം. അല്ലാണ്ട് ഞാൻ യേശുവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വിശ്വസിക്കുന്ന പദത്തിലുണ്ടെന്ന് അങ്ങേക്കറിയാലോ. വെറുതെ ആണ് വിശ്വസിച്ചാൽ പോരാ. കർത്താവ് പറഞ്ഞാൽ ചെയ്ത കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. നമ്മളെ അത്ഭുതത്തിന് വേണ്ടി കൂടി ഇറങ്ങണം. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്ന തലമുറ ശപിക്കപ്പെട്ടാന്നാണ് കർത്താവ് പറയുന്നത്. ലൂക്കോസ് 11:20 വായിച്ചാലറിയാം. ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു, വക്രതയുള്ള തലമുറ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വായിച്ചാൽ അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാവും. ഇല്ലാതെ ഒരു വർഷത്തിലെ പ്രസംഗം കേട്ടു, ലോകാവസാനം വാതിൽക്കൽ വന്നുകൾ കാണും, മഞ്ഞ് കടക്കും. ഇപ്പോൾ ലോകാവസാനത്തിൻ്റെ കാര്യം അദ്ദേഹത്തിനോട് ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആളുകളെ അങ്ങോട്ട് പേടിപ്പിക്കണം. കർത്താവ് പറയുന്നത് എനിക്ക് പോലും അറിയാൻ പാടില്ല ലോകാവസാനം എപ്പോഴാണ്. അപ്പോൾ ഇവിടെ പാഷന്മാർ പറയുന്നത് ലോകം അവസാനിക്കും, വാതിൽക്ക് വന്ന് കഴിച്ചിട്ട് കഴിക്കാണ് കിടക്കും. എന്തിനങ്ങനെയൊക്കെ പറയണേ? ആളുകളെ പിടിച്ച് നിർത്താൻ. അല്ലാണ്ട് അപ്പോൾ ഒക്കെ പേടിച്ചു. ലോകസരപ്പം സംഭവിക്കും. യേശു 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 സ്വന്തം യേശു സ്വന്തം യേശു സ്വന്തം.
വിശുദ്ധ തൃത്വത്തെ പറ്റി ഒരെണ്ണം പറയണില്ല. പിതാവിൻ്റെ മനസ്സിൽ വരുന്നതാണ് പുത്രൻ പറയുന്നത്. അതാണ് പിതാവ് പുത്രൻ തമ്മിലുള്ള ബന്ധം. അതാണ് പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചെന്ന് പറയുന്നത്. പിതാവിൻ്റെ മനസ്സിൽ വചനം ജനിക്കുന്നു, അത് വായിൽ കൂടി പുറത്തു വരുന്നു. ഉണ്ടാകട്ടെ, മനസ്സിൽ കണ്ടു, അത് പുറത്തു വന്നു. അത് പുറത്തു വന്നാലേ എഴുതിയില്ലെങ്കിലും പുറത്തു വന്ന പോലെയായി. അതാണ് പുത്രൻ. അതാണ് പുത്രൻ പറയണത്. പിതാവിനല്ലാതെ എനിക്കെന്നറിയില്ലെന്ന്. പിതാവിൻ്റെ മനസ്സിൽ വന്നാലേ എനിക്കെന്നറിയാൻ പറ്റുള്ളൂ. വന്നാൽ അപ്പം തന്നെ അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലായിരുന്നു ധ്യാനിക്കണമെങ്കിൽ ആദ്യം നല്ല മാമോദിസ സ്വീകരിക്കുക. ശരിയായ മാമോദിസ, നല്ല മാമോദിസയല്ല, ശരിയായ മാമോദിസ സ്വീകരിക്കുക. അതുകൊണ്ട് കൂദാശകളെ തള്ളിപ്പറയരുത്, ഒരിക്കലും തള്ളിപ്പറയരുത് എന്ന് വിനയത്തോടെ ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.